ഇലോൺ മസ്ക് മെസ്സിയുടെ ആളാണെന്ന് തോന്നുന്നുണ്ട്. ബ്രസീലുകാരനെ തെറി വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മസ്കിന് ഓരോ ആഴ്ച ഓരോ ശത്രുക്കളാണ്. ഈ ആഴ്ച ബ്രസീൽ ഗവൺമെന്റ് ആണ്. ചെറിയ കുട്ടികളുടെ മനസ്സാണ്. അടി കൂടാൻ എങ്ങനെ എപ്പോഴെങ്കിലും ആരെങ്കിലൊക്കെ വേണം. ഇത് എസ്കലേറ്റ് ആയി അവസാനം എക്സ് ബ്രസീൽ ബാൻ വരെ ചെയ്തു അവര്. എന്താണ് സംഭവം നോക്കാം. മെയിൻ ആയിട്ട് പറയുന്നത് ഇലോൺ മസ്കിന് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളുണ്ടാവും. മിക്കവാറും അത് റൈറ്റ് വിങ്ങിൽ ആരെങ്കിലും ആയിരിക്കും. ബ്രസീലിന്റെ മുന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള യായർ ബൊൾസനാറോ എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരുന്നു ഇലോൺ മസ്കിന്റെ മെയിൻ ആൾ. അവിടുത്തെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ലെഫ്റ്റ് വിങ്ങിലുള്ള ആളാണ് ലൂല ഡെ സിൽവ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പൊ ഇപ്പോഴത്തെ എക്സിന്റെ അവസ്ഥ അറിയാലോ. ഫ്രീ സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് ഈ എല്ലാ ഹെയ്റ്റ് സ്പീച്ചും റേസിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും മിസ്ഇൻഫോർമേഷൻസ് മാത്രമുള്ള അതിൽ. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റും എല്ലാ ഗവൺമെന്റിനെയും പോലെ ഇത് റെഗുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവര് കുറച്ച് കാര്യങ്ങൾ എക്സിനോട് പറഞ്ഞു. ഇത് കേട്ടപാടെ ഇലോൺ മസ്ക് എക്സിന്റെ ഓഫീസും പൂട്ടി അവിടുത്തെ ആൾക്കാരിനെയൊക്കെ ഒരൊറ്റ രാത്രി കൊണ്ട് പിരിച്ചുവിട്ടു. എന്നിട്ട് സുപ്രീം കോടതിയിൽ കേസിന് പോയി ബ്രസീലില്. അപ്പൊ അതിന്റെ വിധി വന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ബ്രസീലിൽ എക്സിന്റെ ആരെങ്കിലും വേണം. അല്ലാതെ ഓഫീസ് പൂട്ടിയിട്ടൊന്നും പോകാൻ പറ്റില്ല. പിന്നെ ഗവൺമെന്റ് പറയുന്നത് പോലെ കുറച്ച് മോണിറ്ററിംഗും വേണം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് ഇലോൺ മസ്കിന് ദേഷ്യം പിടിപ്പിച്ചു. ഇലോൺ മസ്ക് പറഞ്ഞു അതൊന്നും പറ്റില്ല. അങ്ങനെ അവസാനം എക്സിനെ അവര് ബാൻ ചെയ്തു ബ്രസീലുകാർ. 20 മില്യൺ അക്കൗണ്ട്സ് ഇതാ പോയി. അപ്പൊ അതിനുശേഷം മസ്ക് ഒരേ പോസ്റ്റിംഗ് ആണ് ഇമേജ് ഉണ്ടാക്കി ഇടുന്നു. ഇപ്പോഴത്തെ പ്രസിഡന്റിനെയും സുപ്രീം കോടതിയിലെ ജഡ്ജിനെയൊക്കെ ഇങ്ങനെ കളിയാക്കലും തെറിവിളിക്കലും മാത്രമാണ് പോസ്റ്റ്. സത്യം പറയുമെങ്കിൽ അണ്ണന്റെ കരച്ചിലാണ് ഇവിടെ നമ്മളൊക്കെ കാണുന്നത്. വിഷമമുണ്ട് കാണുമ്പോൾ.